جمال الوجود بذكر الإله وتصفو الحياة بنور هدى. جمال الوجود بذكر الإله. السلام عليكم ورحمة الله وبركاته. إلهي عبدك العاصي أتاك مضرا بالذنوب وقد دعاك وجاءك تائبا يرجو رضاك ولم يسجد لمعبود سواك. അല്ലാഹുവിന്റെ അടിമകളാകുന്ന നാം അല്ലാഹുവിന്റെ മാസമാകുന്ന റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഭവനമാകുന്ന വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വിളിച്ചുകൂടുമ്പോൾ നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ വിളിച്ചുകൂടാൻ ബഹുമാനികളെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റജബ് മാസം എന്നത് അത് പവിത്രമാണ്, ശ്രേഷ്ഠമുള്ളതാണ്, ആദരിക്കേണ്ടതാണ്. റജബ് മാസത്തിനെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ ആദരിച്ചിരുന്നു. റജബ് മാസത്തെ സംബന്ധിച്ച് പറയുന്നത് ഇസ്ലാം. ജാഹിലിയ കാലഘട്ടത്തിലുള്ളവർ അതിനെ ശ്രേഷ്ഠമായി കണ്ടു. പരിശുദ്ധമായ ഇസ്ലാം റജബ് മാസത്തിന് മഹത്വമുള്ളതായി കാണുന്നു. മുസ്ലിമുകളായ നാം റജബ് മാസത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഒരു ആദരവിന്റെ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ട്? ജാഹിലിയത്തിലുള്ള ആളുകൾ ആദരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർ ആദരിച്ചിരുന്നത്? പരസ്പര കലഹങ്ങൾ ഒഴിവാക്കിയിരുന്നു. ഇത് റജബ് മാസമാണല്ലോ, അനാവശ്യ സംസാരം എന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. ഇത് റജബ് മാസമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഇത് റജബ് മാസമാണല്ലോ എന്ന ചിന്ത ഇല്ലെങ്കിൽ ജാഹിലിയത്തിനേക്കാളും നമ്മൾ താഴെയാണ്. എന്തുകൊണ്ട്? ജാഹിലിയത്തിലുള്ള ആളുകൾ റജബ് മാസമായി കഴിഞ്ഞാൽ ചിന്തിച്ചിരുന്നു, ഇത് റജബ് മാസമാണല്ലോ, ആദരിക്കേണ്ട മാസമാണല്ലോ, അതുകൊണ്ട് ഇത് പാടില്ലാത്തതാണല്ലോ. അങ്ങനെ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു പ്രവണത എന്താണെന്നറിയോ? കഅബ ശരീഫിന്റെ വാതിലുകൾ 24 മണിക്കൂർ തുറന്നിട്ടിരുന്നു. ജാഹിലിയത്തിലാണ് കേട്ടോ. റജബ് മാസമായി കഴിഞ്ഞാൽ അല്ലാത്ത മാസങ്ങളിൽ തിങ്കളും വ്യാഴവും മാത്രമാണ് കഅബ ശരീഫിന്റെ വാതിലുകൾ തുറക്കപ്പെടാറുള്ളൂ. റജബ് മാസമായി കഴിഞ്ഞാൽ കഅബ ശരീഫിന്റെ വാതിലുകൾ അങ്ങനെ തുറക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. ഈ മാസം അല്ലാഹുവിന്റെ മാസമാണ്. അടിമ അല്ലാഹുവിന്റെ അടിമയാണതുകൊണ്ട് ഒരു അടിമയെയും തടയപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്നും അല്ലാഹുവിന്റെ മാസത്തിൽ അങ്ങനെ ആദരിച്ചിരുന്നവർ. ബഹുമാനികളെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾ ജാഹിലിയത്തിനും വേറെയില്ലേ ആകുന്നത്? ഏതൊരു തിന്മയാണ് റജബാണല്ലോ എന്ന ചിന്തയിൽ നാം പിന്മാറുന്നത്? ഏതൊരു നന്മയാണ് നാം റജബാണല്ലോ എന്ന ആദരവോടുകൂടി കൊണ്ടുവന്നിട്ടുള്ളത്? ജാഹിലിയത്തും ഇസ്ലാമും തമ്മിൽ ഒരു വേർതിരിവും ഇല്ല എന്നുള്ളതാണോ? ബഹുമാനികളെ, റജബ് മാസത്തിന്റെ മഹത്വം എന്ത്, ശ്രേഷ്ഠത എന്ത് എന്ന് നമ്മൾ ഇങ്ങനെ കരുതുമ്പോ അതിലേക്കൊരു സൂചനയാണല്ലോ റജബുൽ ശഹ്റുല്ലാഹ്. അല്ലാഹുവിന്റെ മാസമാണ് റജബ്. والإضافة إلى الله تعالى تدل على شرفه وكرمه. അല്ലാഹു തആലയിലേക്ക് ചേർത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ മഹത്വത്തെയും ആദരവിനെയും നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ബുദ്ധിമാന്മാർക്ക് അത് മതി. എന്റെ എല്ലാ മാസവും എല്ലാ നിമിഷവും എല്ലാ സമയവും എല്ലാം അള്ളാഹുവിൻ്റെത് തന്നെയല്ലേ?
എല്ലാം അള്ളാഹുവിൻ്റെത് തന്നെയാണ്. എന്നിട്ടും പ്രത്യേകമായി പറയുന്നു റജബ് അള്ളാഹുവിന്റെ മാസമാണെന്ന്. അതിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം, ഇത് ഞാൻ അങ്ങനെ നിസ്സാരമായി കാണേണ്ടതല്ല, ഇത് അള്ളാഹുവിന്റെ മാസമാണെന്ന് പരിചയപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആദരവോടുകൂടെ കാണേണ്ടതാണെന്ന് ബുദ്ധിമാന്മാർക്ക് അല്ല ബഹുമാനികളെ. ഇനി എന്തിപ്പോ റജബിനെ അങ്ങനെ ശ്രേഷ്ഠമാക്കി എന്ത് അങ്ങനെ ചിന്തിക്കുകയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കാനോ അതിൽ അഭിപ്രായം പറയാനോ നമുക്ക് അധികാരം തന്നിട്ടില്ല. വിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ രക്ഷിതാവ് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും, അവൻ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുകയും ചെയ്യും. എന്തിനാ സൃഷ്ടിച്ചത് ചോദിക്കാൻ അർഹതയില്ല. അതുപോലെ എന്തിനാ തെരഞ്ഞെടുത്തത് ചോദിക്കാൻ അർഹതയില്ല. മാസങ്ങളിൽ നിന്നും മാസങ്ങളെ അല്ലാഹു തെരഞ്ഞെടുക്കാം, സൃഷ്ടികളിൽ നിന്നും പലരെയും അല്ലാഹു തആല തെരഞ്ഞെടുക്കാം, സമയങ്ങളിൽ നിന്നും പലതിനെയും അല്ലാഹു തആല തെരഞ്ഞെടുക്കാം. അല്ലാഹുവിന്റെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ, അതിൽ സംശയിക്കാൻ നമുക്ക് അർഹതയില്ല. എന്തുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല പറയുന്നത് എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹി തആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറയുന്നത് അല്ലാഹു പരിശുദ്ധവാനാണ്. തെരഞ്ഞെടുപ്പിനും സൃഷ്ടിക്കുന്നതിനുമെല്ലാം ന്യൂനത വരാതിരിക്കാൻ അല്ലാഹു തആല പരിശുദ്ധനാണ്. അല്ലാഹു തആല പറഞ്ഞതല്ലേ, അല്ലാഹു സൃഷ്ടിക്കും, അല്ലാഹു തആല തെരഞ്ഞെടുക്കും. മാ കാന ലഹുമുൽ ഖിയറതു, അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. അല്ലാഹു തആല പറഞ്ഞതാ ബഹുമാനങ്ങളെ. അപ്പൊ റജബിനെ അല്ലാഹു ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെ, അതിനെ അംഗീകരിക്കുക എന്നതാണ് മുസ്ലിമായ അനുസരണയുള്ള ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം. ഇനി നമ്മൾ ആദരിക്കണ്ടേ? ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ആളുകൾ ആദരിച്ചിരുന്നു. അസത്യം പറയുന്നതിൽ നിന്നും കലഹിക്കുന്നതിൽ നിന്നുമെല്ലാം അവർ റജബ് മാസത്തിനെ ആദരിച്ചിരുന്നു. കഅബ ശരീഫിന്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ആദരിച്ചിരുന്നു. അല്ലാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ മാസമാണ് ഇത്. യുദ്ധം അല്ലാഹു തആല വിശുദ്ധമാക്കിയ മാസമാണ് ഇത്. മാത്രമല്ല ഇസ്റാഉം മിഅ്റാജും നടന്ന മാസമാണിത്. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസമാണിത്. മാത്രമല്ല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആമിന ബീവി ഗർഭം ധരിച്ച മാസമാണ് റജബ് മാസം. പലതുമുണ്ട്, ഒന്നിലധികം കാരണങ്ങളല്ലേ റജബ് മാസത്തിനെ ആദരിക്കാൻ. അള്ളാഹുവിന്റെ മാസം, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം, ഇസ്റാഉം മിഅ്റാജും നടന്ന മാസം, ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച മാസം. ആ മാസത്തിലാണ് ഹബീബായ തങ്ങളുടെ നൂറാനിയത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചത്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പഠിച്ചിട്ടില്ലേ? എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ നൂറാനിയത്ത് നീങ്ങിയിട്ടുള്ളത്? റജബ് മാസത്തിലാണ്, ജുമുഅയുടെ രാവിലാണ്. അന്നത്തെ ദിവസം എന്തെല്ലാം സംഭവിച്ചു? അമറ റിദ്വാൻ അലൈഹിസ്സലാം ഫഫുതിഹ അബ്വാബുൽ ജിനാൻ വതസയ്യന മങ്കൂസ് മൗലിദിൽ നമ്മൾ ചെല്ലാറുള്ളതാണ് ഹബീബികളെ. എന്താണ് കണ്ണും വെച്ച് നോക്കുന്നത്? ഇല്ലേ, നമ്മൾ ചെല്ലാറുള്ളതല്ലേ? ഹദീസാണ്, ഹദീസിൽ നിന്നും വന്നിട്ടുള്ളതാണ്. റജബ് മാസത്തിലാണ് ഹബീബിന്റെ നൂറാനിയത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് നീങ്ങുന്നത്. വലമ്മൻ തഖല നൂറു നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് ആമിന ബീവിയുടെ ഉദരത്തിലേക്ക് നീങ്ങിയതായ സമയത്ത് എന്തെല്ലാം സംഭവിച്ചു? സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട്. അതെന്നാ റബീഉൽ അവ്വലിലല്ല, അത് റജബ് മാസത്തിലാണ്. എന്റെ നൂറാനിയത്ത് ഭൂമിയിലേക്ക് വന്നതാണ്. റജബിന്റെ മഹത്വം എന്ന് ചിന്തിക്കാൻ, അതിനെ നിഷേധിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ബഹുമാനികളെ, ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹു തആല റജബിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ഗ്രഹിക്കുമാറാകട്ടെ.
ഏറ്റവും പ്രധാനമായിട്ട് ഇത് റജബ് മാസമാണല്ലോ, ഇതിന് ഞാനൊരു നോമ്പെടുക്കണമല്ലോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കുക. റജബിനെ ആദരിച്ചുകൊണ്ട് ഒരു നോമ്പെടുക്കാനെങ്കിലും നമ്മൾ തയ്യാറാവുക. ഒരിക്കലും ഒരു റജബ് മാസത്തിലല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബാൻ റളിയല്ലാഹു തആല അൻഹു മഖബറയുടെ അടുത്തോട് നടന്നു നീങ്ങുമ്പോൾ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, യാ തൗബാൻ ഹൗലാഇ യുഅദ്ദബൂന ഫീ ഖുബൂരിഹിം, ഇവർ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുകയാണ് കേട്ടോ. ഓ തൗബാൻ, ഇവർ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എന്താണ് ഇവർ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നെങ്കിൽ, ആ റജബ് മാസത്തിലെ ഒരു രാവിലെ വിവാദത്ത് കൊണ്ട് സജീവമാക്കിയിരുന്നെങ്കിൽ ഇവർക്ക് അദാബിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തൗബാൻ റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞതാ. ബഹുമാനികളെ, റജബിനെ ആദരിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചാൽ സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, റജബ്. ആ നദിയുടെ പേര് തന്നെ റജബ് എന്നാണ്. സ്വർഗത്തിലുള്ള ഒരു നദിക്ക് അല്ലാഹു തആല പേര് വെച്ചിരിക്കുന്നത് റജബ് എന്നാണ്. ആ റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ നദിയിൽ നിന്നും അല്ലാഹു തആല ആ മനുഷ്യന് പാനം ചെയ്യാൻ കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നലെ കഴിഞ്ഞു പോയത്. ഇന്നലെ നടന്ന അത്ഭുതം എന്താണെന്നറിയുമോ? മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആകാശഭൂമികളിലുള്ളതായ മലക്കുകൾ മുഴുവൻ കഅബ ശരീഫിൽ ഒരുമിച്ച് കൂടുന്നതാണ്. കഅബ ശരീഫിൽ ഒരുമിച്ച് കൂടുന്ന മലക്കുകളോട് അല്ലാഹു തആല പറയുന്നത്, യാ മലായികതി സലൂനി മാ ശിഅ്തും. കഅബ ശരീഫിൽ ഒരുമിച്ച് കൂടിയ മലക്കുകളെ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നോട് ചോദിക്കൂ എന്ന് പറയുമ്പോ മലക്കുകൾ പറയുന്നത് എന്താണെന്നറിയുമോ? റജബ് മാസത്തില് നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പറയും. ഇന്നലത്തെ രാവിലെ മലക്കുകൾ ഇട്ടേക്കുന്ന പേര് ആഗ്രഹ സഫലീകരണത്തിന്റെ രാവെന്ന. ഇന്നലത്തെ രാവിലെ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ നീ പരിഗണിക്കണേ നാഥ എന്നാണ്. ബഹുമാനികളെ, അതുകൊണ്ട് തന്നെ റജബ് മാസത്തിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ നോമ്പനുഷ്ഠിക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിർത്തുകയാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നവർക്ക് കൊടുക്കുന്ന 3 നേട്ടങ്ങളുണ്ട്. ഒന്നെന്താണെന്നറിയോ? എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. മഗ്ഫിറത്തുൽ ലിജമീഇ മാ സലഫ, കഴിഞ്ഞുപോയി എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. രണ്ടാമത്തത് വഇസ്മത്തുൽ ലിമാ ബഖിയ മിൻ ഉംരിഹി, അവശേഷിക്കുന്ന ആയുസ്സിൽ ദോഷങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീഖ് കൊടുക്കും. മൂന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മനുൽ അത്ഷ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദാഹമുണ്ടാകുന്നതിനെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കും. ഈ 3 നേട്ടങ്ങൾ കൊടുക്കും. ആർക്ക്? റജബ് മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന ആൾക്ക്. ഒരു ആൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, തങ്ങളെ മുഴുവനും പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞെന്നറിയാം, സും അവ്വലഹു വ ഔസതഹു വ ആഖിറഹു, ആദ്യത്തെ 10 നോമ്പെടുക്ക്, രണ്ടാമത്തെ 10 നോമ്പെടുക്ക്, മൂന്നാമത്തെ 10 നോമ്പെടുക്ക്. ഒരു നന്മക്ക് 10 ഇരട്ടിയാണ്. അപ്പോൾ 3 നോമ്പ് കൊണ്ട് 30 നോമ്പ് അനുഷ്ഠിച്ച കൂലിയാണ്. ഈ 3 നേട്ടവും കിട്ടാൻ സാധിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാൻ കാരണം, ഇത് പറഞ്ഞിട്ട് നിർത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണം ഇന്ന് റജബ് 7 ഇനി നമുക്ക് ആദ്യത്തെ 10 അവശേഷിക്കുന്നത് 3 ദിവസമാണ്. തിങ്കളാഴ്ച റജബ് 10, ആദ്യത്തെ 10 അവസാനിക്കുന്നു. അതിന് മുമ്പായിട്ട് ഒന്നുകിൽ തിങ്കളോടുകൂടെ റജബ് മാസത്തിലെ ആദ്യത്തെ 10 ഒരു നോമ്പെടുക്കാൻ ബഹുമാനികളെ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തആല നന്മകളിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.